വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ചും നമുക്ക് ചെയ്യാനുണ്ടാകുന്ന മടിയെക്കുറിച്ചും ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കത് തുടങ്ങണമെന്ന് ആഗ്രഹം വെച്ചുകൊണ്ടിരുന്നിട്ട് കുറേ താമസിച്ച് അങ്ങനെ ലാസ്റ്റ് കഴിഞ്ഞതിന് മുന്നത്തെ ഞായറാഴ്ചയാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ, ആരെന്തെങ്കിലും കളിയാക്കട്ടെ എന്ന് വെച്ചിട്ട് തുടങ്ങിയാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളത് പ്രതീക്ഷിച്ചു അല്ല ചെയ്തത്. അപ്പോൾ നമുക്ക് ചെയ്യാനുണ്ടാകുന്ന നമുക്ക് മടിയായിട്ടുള്ളൊരു കാര്യം ചെയ്താലേ നമുക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം സംഭവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്കത് ആ മടി മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അതിപ്പോൾ ആളുകൾ കാണണമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും ആളുകൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ വീട്ടിലും ഒരു യൂട്യൂബ് ചാനൽ വേണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലോരോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യും. എല്ലാവരും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരസ്പരം ഓരോരുത്തരുടെ വീഡിയോ കാണുകയും പരസ്പരം സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ പരസ്പരം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവരുടെ വീട്ടിലും ഓരോ യൂട്യൂബ് ചാനൽ വളരുമ്പോൾ അതിനകത്തുള്ള സൈഡ് ഇൻകം എന്ന രീതിയിൽ അവർക്കൊരു ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. മുന്നെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ജോലി ഒരു വേതനം എന്ന രീതിയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, പല ജോലി പല വേതനം എന്നൊരു ഇതിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒട്ടുമിക്ക ആളുകളും അത് ചെയ്യാറില്ല. ഇപ്പോഴും ആളുകൾ 9 to 10 ജോബ് ചെയ്തു പോകുന്ന ആളുകളാണ്. അപ്പോൾ ഓരോ വീട്ടിലും ഓരോ യൂട്യൂബ് ചാനൽ അങ്ങനെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യണം, അയാളുടെ ചാനൽ കാര്യങ്ങൾ വീഡിയോ ഒക്കെ ഞാനും കാണുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണത്തോട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ തന്നെ സത്യം പറഞ്ഞാൽ പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇത് എത്രത്തോളം ആളുകൾ ചിന്തിക്കുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്നെ പോലെ തന്നെ, ഞാൻ നേരത്തെ ചിന്തിച്ചിരുന്ന പോലെ തന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ആളുകൾ എന്ത് വിചാരിക്കും, പെട്ടെന്ന് ഇങ്ങനെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, അവർ എന്നെക്കുറിച്ച് നെഗറ്റീവായിട്ട് വിചാരിക്കും, അവർ എന്നെക്കുറിച്ച് കുറ്റം പറയുമോ, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോഴും എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു അത്യാവശ്യമായിട്ട് ഒരു എമൗണ്ട് വേണോ അല്ലെങ്കിൽ എന്തൊരു കാര്യം വേണോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ അവർക്ക് തരാനുള്ള സിറ്റുവേഷൻ ഉണ്ടാകത്തില്ല. പക്ഷേ നമുക്ക് അതിനുള്ളൊരു മാർഗ്ഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ കണ്ടൻറ് ക്രിയേഷനെ കാണാം. തുടക്കകാലത്തൊന്നും നമുക്ക് അത്ഭുതം സംഭവിക്കുമെന്നൊന്നും വിചാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ചിലപ്പോൾ 100ാമത്തെ വീഡിയോ ആയിരിക്കാം, ചിലപ്പോൾ 1000ോ 1000ോ 10,000ോ 1,00,000ോ വീഡിയോ ഒക്കെ ആയിരിക്കാം. ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും ക്ലിക്കാകുന്നത്. പക്ഷേ ക്ലിക്കാകുമ്പോഴുള്ള ഗുണമെന്ന് പറയുമ്പോഴത്തേക്ക് ആ ക്ലിക്കാകുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു പാറ്റേൺ മാറും. പക്ഷെ അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അത് മാറത്തില്ല. അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ എന്ത് മടിയാണെങ്കിലും നമ്മുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയാലേ നമുക്കത് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ അങ്ങനെ തോന്നും. പക്ഷേ മോട്ടിവേഷൻ പറഞ്ഞല്ല, ഞാനൊരു അനുഭവം പറഞ്ഞാണ്. നമുക്ക് മടിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴേ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്തുള്ളൂ.